everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP തേർഡ് സെമസ്റ്റർ കുട്ടികളുടെ ഫ്രെയിമിംഗ് വാല്യൂസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ നറേറ്റീവ്സ് ഫോർ സയൻസസ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു വാല്യൂ ആഡഡ് കോഴ്സ് VAC സബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാനലിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയെ പറ്റിയും ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിഷ് ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റും അതേപോലെ തന്നെയുള്ള മറ്റ് സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇത് സിമ്പിൾ നോട്ട്സ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിലാദ്യം ഓതറിനെ പറ്റി പറയും, അതിനുശേഷം ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയും, പിന്നെ ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പോയിന്റ് വൈസിൽ കൊടുക്കും. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ക്ലാസ്സും എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾക്കാണെങ്കിലും അത്യാവശ്യം ഈ ചാപ്റ്റർ നന്നായിട്ട് അറിയുന്ന കുട്ടികൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫെൻഡഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് എന്ന് പറയുന്ന BR അംബേദ്കറിൻ്റെ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ നോട്ട്സ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിഷ് ടോക്സിന് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നതിൻ്റെയൊക്കെ നോട്ട്സ് നമ്മുടെ ഉള്ളതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അതേപോലെ എക്സാം അപ്ഡേറ്റ്സ് ആണെങ്കിലും നമ്മൾ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ ആണെങ്കിലും നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ആണെങ്കിലും ഇൻഫോർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റ അക്കൗണ്ട് ത്രൂവും അതേപോലെ നമുക്കൊരു അഡ്മിൻസ് ഓൺലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതിൽ FYUGP കുട്ടികൾ മാത്രമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം, ഇൻസ്റ്റ ആൻഡ് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്തിടുവാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ ആണെങ്കിലും ബാക്കി എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ BR അംബേദ്കർ ആരാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ, ബെസ്റ്റ് നോൺ ആസ് ദി ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ഒരു പേഴ്സണാണ് നമ്മുടെ BR അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ ഫസ്റ്റ് ലോ മിനിസ്റ്റർ കൂടി ആയിരുന്നു. അതേപോലെ തന്നെ ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു, ലോയർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഹി വർക്ക് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഫോർ ഈക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് ദ റൈറ്റ്സ് ഓഫ് ദി ഒപ്രസ്ഡ് പീപ്പിൾ, എസ്പെഷ്യലി ദ ദളിറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഈക്വാലിറ്റിക്ക് വേണ്ടിയും ജസ്റ്റിസിന് വേണ്ടിയിട്ടൊക്കെ പൊരുതിയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് അടിച്ചമർത്തപ്പെട്ട പലതരത്തിലുള്ള ജാതിയിൽപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. എസ്പെഷ്യലി ദളിറ്റ്സിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ BR അംബേദ്കറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് റെഡിൽ കൊടുത്തിട്ടുണ്ട്. കീ ടേംസ് എല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലിപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഹെഡിങ് ഇപ്പോൾ കണ്ടു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം എബൌട്ട് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് നമുക്ക് എസ്സേക്കും ഷോർട്ട് എസ്സേക്കും ഒക്കെ വരുന്ന സമയത്ത് ഈ പോയിന്റുകളൊക്കെ, ഈ എബൌട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ സുപ്രീം ലോ ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളെക്കുറിച്ചും എങ്ങനെ നമ്മുടെ രാജ്യത്തിൽ ഭരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, ആർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്.
Then the drafting committee was formed on 29 August 1947 with Dr. B.R. Ambedkar as its chairman. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹവും ബാക്കിയുള്ള മെമ്പേഴ്സും കൂടിയിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇത്തരത്തിലൊരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് 29 ഓഗസ്റ്റ് 1947. അതിൻ്റെ ചെയർമാനായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഭരണഘടന പ്രിപ്പയർ ചെയ്യാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലൂടെ നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നു. ഒരു 26 നവംബർ 1949 ഒക്കെ ആയപ്പോഴേക്കും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിലവിൽ വന്നത് ആ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. 1950 ജനുവരി 26 മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഡേ ജാനുവരി 26 നമ്മൾ എന്തോ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലോ, റിപ്പബ്ലിക് ഡേ. അപ്പോൾ ആ ഒരു ഡേനെയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഇന്ത്യൻ സ്ട്രക്ചർ, പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്, നമ്മളെങ്ങനെ സിറ്റിസൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ റിട്ടൺ ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കുറേ ഐഡിയാസ് ഇങ്ങനെ ബോറോ ചെയ്തിട്ടും കൂടി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഭരണഘടനയാണ്. അതായത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഐഡിയാസ് കടമെടുത്ത് ആണ് നമ്മുടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും വലിയ ഒരു ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്? സോ ദിസ് ചാപ്റ്റർ ഈസ് ടേക്കൺ ഫ്രം ഡോക്ടർ ബി ആർ അംബേദ്കർസ് ഫൈനൽ സ്പീച്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓൺ 25 നവംബർ 1949. അപ്പോൾ നമ്മൾ പറഞ്ഞു 1949 26 നവംബറിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഫുൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് വെക്കുന്നതും അസംബ്ലി ഇത് അഡോപ്റ്റ് ചെയ്യുന്നതും നവംബർ 26 അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് നവംബർ 25 അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ഒരു സ്പീച്ചിൻ്റെ പാർട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ദ സ്പീച്ച് വാസ് ഡെലിവേർഡ് ജസ്റ്റ് ബിഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ്. അതായത് പിറ്റത്തെ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ അവർ അഡോപ്റ്റ് ചെയ്യാണ്, അതിന് തൊട്ട് മുന്നത്തെ ദിവസമാണ് ബി ആർ അംബേദ്കർ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു സ്പീച്ച് പറയുന്നത്. സോ അംബേദ്കർ എക്സ്പ്ലെയിൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സിറ്റിസൺ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻസും നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ സിറ്റിസൺസിൻ്റെ റെസ്പോൺസിബിലിറ്റീസുമാണ് അദ്ദേഹം ഇതിൽ explain ചെയ്യുന്നത്. So he emphasizes that the success of the constitution depends on how sincerely people and leaders implement it. ഇപ്പോൾ എല്ലാ രാജ്യത്തിനും ഒരു ഭരണഘടനയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പക്ഷെ അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടന ആയതുകൊണ്ട് മാത്രം അത് വിജയിക്കില്ല. മറിച്ച് എന്തുകൂടി വേണമെന്നാണ് പറയുന്നത്, അതിലെങ്ങനെ സിൻസിയറായിട്ട് ആളുകൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, അതേപോലെ തന്നെ ലീഡേഴ്സ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അതിലാണ് നമ്മുടെ സക്സസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൽ സമ്മറിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ ഓരോ ഹെഡിങ് തിരിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അത് ഓരോ പാർട്ടിലും എന്താ പറയുന്നത് ഹെഡിങ് തിരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെയില്ല, ഒരൊറ്റ സ്ട്രെച്ചിൽ എഴുതി പോയേക്കാണ്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ഒരു താങ്ക്സ് ഒക്കെ പറയില്ലേ, കൂടെ നിന്നവർക്കൊക്കെ താങ്ക് യു എന്ന് പറയുന്ന രീതിയിലൊരു അംബേദ്കേഴ്സ് അപ്രീസിയേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ആണ് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. സോ Ambedkar begins his speech by expressing gratitude to those who contributed to the making of the constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിങ്ങിന് ആ ഒരു സമയത്ത് കൂടെ നിന്ന് എല്ലാവർക്കും, അതിന് സപ്പോർട്ട് ചെയ്തവർക്കും അതിൽ കമ്മിറ്റിയിൽ ഉണ്ടായവർക്കും എല്ലാവർക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാണ് അദ്ദേഹം സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് ആ ഒരു നന്ദി അറിയിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബി എൻ റാവു,
അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നു, ഹു പ്രിപ്പയർ ദ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ആൻഡ് പ്രൊവൈഡഡ് വാല്യുബിൾ സജഷൻസ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് കൊടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നു BN റാവു. അതേപോലെ തന്നെ SN മുഖർജി എന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ ലാംഗ്വേജ് ഒക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലീഗൽ ലാംഗ്വേജ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ആളാണ്. പിന്നെ നമ്മുടെ മൊത്തം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അത് ഫൈനൽ ഡോക്യുമെൻ്റ് ആക്കി മാറ്റാൻ വേണ്ടി എഴുതി തയ്യാറാക്കണമല്ലേ ഇത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ നിന്ന കമ്മിറ്റിക്ക് താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ മൊത്തം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നെഹ്റു ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു അസംബ്ലിക്കും താങ്ക്സ് പറയുന്നുണ്ട്. അതേപോലെ നെഹ്റു അറിയാലോ കോൺഗ്രസ് പാർട്ടിയാണ്, അപ്പോൾ ആ ഒരു മൊത്തം കോൺഗ്രസ് പാർട്ടിക്കും നന്ദി പറയുന്നുണ്ട്. ഹി ഓൾസോ പ്രൈസസ് ദ മെമ്പേഴ്സ് ഹു എക്സ്പ്രസ് ദ ഡിസന്റ് ആൻഡ് ക്രിറ്റിസിസം ബിക്കോസ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഹെൽപ്ഡ് ഇംപ്രൂവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പലരും ക്രിട്ടിസൈസ് ചെയ്ത് പറയും, പലരും അതിന് എന്താ പറയുക, പല കാര്യങ്ങൾ പറയുമ്പോൾ റിജക്റ്റ് ചെയ്യും അല്ലേ, അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗത്തിൽ. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ഫേസിൽ അദ്ദേഹം പറയുന്നത്, പ്രസംഗത്തിൻ്റെ ഫസ്റ്റത്തെ ഭാഗത്തിൽ. ഇനി അടുത്തതിൽ അദ്ദേഹം പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വെറുതെ അങ്ങനെ പ്രിപ്പയർ ചെയ്തതല്ല, അപ്പോൾ ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഹി സ്റ്റേറ്റ്സ് ദാറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഓൺലി ആസ് ഗുഡ് ആസ് ദ പീപ്പിൾ ഹു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയും ഗുഡ് ആവുന്നത് ആളുകൾ ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. Then a good constitution can fail if people do not respect the democratic values. ഇപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഡെമോക്രാറ്റിക് വാല്യൂസ് ആളുകൾ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് ഫെയിലാവും, ഫെയിലിയർ ആവും എന്നാണ് പറയുന്നത്. സിമിലർലി എ ഗുഡ് സൊസൈറ്റി ക്യാൻ ഫങ്ഷൻ സക്സസ്ഫുള്ളി വെൻ ദ സിറ്റിസൺസ് ഫോളോ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. എത്ര ചെറിയൊരു സൊസൈറ്റി ആയിക്കോട്ടെ, അവർ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ മതി, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏരിയയിൽ അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തൊരു പ്രസംഗത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് റിജക്ഷൻസ് ഓഫ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, അംബേദ്കർ വാണ്ട്സ് ദാറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മെത്തേഡ്സ് ലൈക്ക് സിവിൽ ഡിസൊബീഡിയൻസ്, നോൺ കോപ്പറേഷൻ, സത്യാഗ്രഹ. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇൻഡിപെൻഡൻസിന് മുന്നുള്ള ആ ഒരു ഹിസ്റ്ററിയൊക്കെ പഠിച്ച സമയത്ത് സിവിൽ ഡിസൊബീഡിയൻസിനെ കുറിച്ചും നോൺ കോപ്പറേഷനെ കുറിച്ചും സത്യാഗ്രഹനെ കുറിച്ചൊക്കെ. ഇൻഡിപെൻഡൻസിന് ശേഷം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ആരും തന്നെ അത് ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് വാൺ ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് വരാം, അംബേദ്കർ എന്ത് കാര്യങ്ങളെയാണ് വാൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സോ ദീസ് മെത്തേഡ്സ് വെർ യൂസ്ഫുൾ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ വെൻ പീപ്പിൾ ഹാഡ് നോ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. ഈ പറഞ്ഞ മെത്തേഡുകളെല്ലാം തന്നെ, ഈവൻ സത്യാഗ്രഹ ഉൾപ്പെടെ എല്ലാ മെത്തേഡ്സും ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഓക്കെ ആയിരുന്നു, ആ സമയത്ത് യൂസ്ഫുൾ ആയിരുന്നു. ഇൻ ആൻ ഇൻഡിപെൻഡൻറ്റ് ഡെമോക്രസി, നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം സിറ്റിസൺസ് ഷുഡ് യൂസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ടു സോൾവ് പ്രോബ്ലംസ്. ആ മെത്തേഡ്സ് എല്ലാം ഉപയോഗിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അതേപോലെ ഒരു ലൈനും കൂടി ഉണ്ട്, പീസ്ഫുൾ ആൻഡ് ലീഗൽ വേസ് പ്രൊവൈഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു അഡ്രസ് പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന പീസ്ഫുൾ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലാതെ സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ ഒന്നും എടുക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് വാർണിംഗ് അഗെയിൻസ്റ്റ് ദ ഗ്രാമർ ഓഫ് അനാർക്കി എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാണ് വാർണിംഗ് കൊടുക്കുന്നത്? ഗ്രാമർ ഓഫ് അനാർക്കി എന്ന് പറയുന്നത് അച്ചീവിങ് പൊളിറ്റിക്കൽ ഗോൾസ് ത്രൂ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഓർ ഇല്ലീഗൽ മെത്തേഡ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്ത അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ പൊളിറ്റിക്കൽ ഗോൾ നേടിയെടുക്കുന്നതിനെയാണ് ഗ്രാമർ ഓഫ് അനാർക്കി എന്ന് പറയുക. അപ്പോൾ അത് തെറ്റായിട്ടാണ്, അതിന് വാൺ ചെയ്യാണ് അദ്ദേഹം ആ സ്പീച്ചിൽ ചെയ്യുന്നത്. അംബേദ്കർ വാണ്ട്സ് ദാറ്റ് യൂസിങ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി മേ ക്രിയേറ്റ് ഡിസോർഡർ. ഹി കോൾസ് സച്ച് ആക്ഷൻസ് ദി ഗ്രാമർ ഓഫ് അനാർക്കി. അപ്പോൾ അതിനെ വിളിക്കുന്ന, അങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്ത അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം വിളിക്കുന്ന പേര് ഗ്രാമർ ഓഫ് അനാർക്കി എന്നാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറ്റിസൺസ് മസ്റ്റ് റെസ്പെക്ട് ദ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോളോ ദ റൂൾസ് ഓഫ് ലോ.
എവ്രി വൺ ഇൻക്ലൂഡിങ് ദ ഗവൺമെൻറ് അതോറിറ്റീസ് മസ്റ്റ് ഫോളോ ദ ലോ ഈക്വലി. ആരാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഈക്വലി ഇവിടെ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിരിക്കണം. ഇനി അടുത്തത് പറയുന്നത് ഡേഞ്ചർ ഓഫ് ഹീറോ വേർഷിപ്പ് ഇൻ പൊളിറ്റിക്സ് ആണ്. ഹീറോ വേർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൊളിറ്റിക്കൽ ലീഡറിനെ ആയിക്കോട്ടെ, നമ്മൾ വളരെ ബ്ലൈൻഡായിട്ട് അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഇങ്ങനെ നമ്മൾ ആരാധിക്കില്ലേ, അത് വേണ്ട എന്നാണ് പറയുന്നത്. സോ ഹി സേസ് ബ്ലൈൻഡ്ലി ഫോളോയിങ് എ പൊളിറ്റിക്കൽ ലീഡർ ക്യാൻ ലീഡ് ടു ഡിക്റ്റാറ്റർഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു പൊളിറ്റിക്കൽ ലീഡറിനെ വളരെയധികം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. ചിലപ്പോൾ ആർക്കും തെറ്റ് പറ്റാം അല്ലേ. അപ്പോൾ എല്ലാം നമ്മളങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് അല്ലേ. അപ്പോൾ അവരുടെ മുന്നിൽ സറണ്ടർ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല എന്നാണ് പറയുന്നത്. ഹീറോ വേർഷിപ്പ് ഈസ് ഡേഞ്ചറസ് ഇൻ എ ഡെമോക്രസി ബിക്കോസ് ഇറ്റ് മേ ഡിസ്ട്രോയ് ദ ഈക്വാലിറ്റി ആൻഡ് ലിബർട്ടി. ഇതിൽ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഈ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൺ പേഴ്സൺ റൂൾസ് ദ കൺട്രി. ഒരാൾ മാത്രം ആ രാജ്യത്തിനെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കില്ലേ, ബാക്കിയുള്ളവർക്കൊന്നും അവിടെ നോ ഫ്രീഡം, ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അപ്പോൾ വൺ പേഴ്സൺ റൂൾസ് ദ എൻറ്റയർ കൺട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആൾ പറയുന്നത് മാത്രമാണ് ശരി, അങ്ങനെ ആളോടൊരു വേർഷിപ്പ്, ഒരു ആരാധനയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു ഫ്രീഡം ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസിയും സോഷ്യൽ ഡെമോക്രസിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അംബേദ്കർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇന്ത്യ ഹാസ് അച്ചീവ് ദ പൊളിറ്റിക്കൽ ഡെമോക്രസി ത്രൂ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഭരണഘടനയിലൂടെ നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്. ഓക്കെ, സോ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, റെപ്രസെൻറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെൻറ്റിൽ ഇന്ന ആളുകൾക്കേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ഇതിന് ഇലക്ഷനിൽ നിൽക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഡെമോക്രസിയുടെ ഡെഫിനിഷനായിട്ട് തന്നെ പറയുന്നത് എബ്രഹാം ലിങ്കൺ പറയുന്നത് ഇങ്ങനെയാണ്: ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദി പീപ്പിൾ എന്നുള്ളത്. അതായത് ജനങ്ങളുടെ ഗവൺമെൻറ്റാണ്, ജനങ്ങളാണതിൽ ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കവിടെ ഫുള്ളൊരു എല്ലാത്തിലും നമുക്കും അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതുമ്പോഴൊക്കെ എസ് ഒക്കെ എഴുതുമ്പോൾ ആ ലൈനൊക്കെ നിങ്ങൾ ആഡ് ചെയ്തോളൂ കേട്ടോ. ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഇതൊരൊറ്റ ലൈനായിട്ട് എഴുതിയാൽ മതി, ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇറക്കി എഴുതുന്നതാ. ബൈ ദ പീപ്പിൾ, ഫോർ ദി പീപ്പിൾ. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി ആയിട്ട് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു സ്ലോഗൻ ഓർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്, അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഈക്വൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി സോഷ്യൽ ഡെമോക്രസീൻ്റെ കേസ് പറയുകയാണെങ്കിൽ 3 പ്രിൻസിപ്പിൾസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ഈ 3 പ്രിൻസിപ്പിൾസ് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ആക്ഷൻ, അതിനൊക്കെയുള്ളൊരു ഫ്രീഡം നമുക്കുണ്ട്. ഇനി ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് പറയുന്നത്. ദെൻ ഫ്രെറ്റേണിറ്റീൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആ ഒരു ബ്രദർഹുഡ്, എ ഫീലിംഗ് ഓഫ് ബ്രദർഹുഡ് ആൻഡ് യൂണിറ്റി എമംഗ് പീപ്പിൾ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ദീസ് ആർ ദി 3 പ്രിൻസിപ്പിൾസ്. സോഷ്യൽ ഡെമോക്രസീൻ്റെ കേസിൽ പറയുന്ന 3 പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അംബേദ്കർ സേസ് ദീസ് 3 പ്രിൻസിപ്പിൾസ് ആർ കണക്റ്റഡ് ആൻഡ് കനോട്ട് എക്സിസ്റ്റ് സെപ്പറേറ്റ്ലി. ഇത് 3ഉം കണക്റ്റഡ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഈക്വാലിറ്റി വിത്തൗട്ട് ലിബർട്ടി ഇല്ലാതെ ഈക്വാലിറ്റി മാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ അത് ഡിസ്ട്രോയ് ചെയ്യും. ദെൻ ലിബർട്ടി വിത്തൗട്ട് ഈക്വാലിറ്റി ആണെങ്കിൽ അത് സോഷ്യൽ ഡിഫറൻസസ് ഉണ്ടാക്കും. ഇനി വിത്തൗട്ട് ഫ്രെറ്റേണിറ്റി സൊസൈറ്റിക്ക് അവിടെ എന്താ പറയുക, യുണൈറ്റഡ് ആയിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടോടുകൂടി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും കണക്റ്റഡ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് കോൺട്രാഡിക്ഷൻ ബിറ്റ്വീൻ ദ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി. പൊളിറ്റിക്കൽ ഈക്വാലിറ്റിയും സോഷ്യൽ ഇനീക്വാലിറ്റിയും തമ്മിലുള്ള ഒരു കോൺട്രാഡിക്ഷനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അംബേദ്കർ പോയിൻറ്റ്സ് ഔട്ട് എ മേജർ കോൺട്രാഡിക്ഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി.
India provides one person, one vote, one value through political democracy. But society still suffers from caste discrimination, economic inequality, social injustice ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഗവൺമെൻറ് പറയുന്നുണ്ട് എല്ലാവർക്കും ഓരോ വോട്ട് അധികാരമുണ്ട്, കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ അത് പാടില്ല എന്ന് അദ്ദേഹം വാൺ ചെയ്യുന്നുണ്ട്. അൺഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അത് കാസ്റ്റിൻ്റെ പേരിൽ, ക്ലാസിൻ്റെ പേരിൽ, എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ പേരിൽ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ദെൻ റോൾ ഓഫ് ഫ്രട്ടേണിറ്റി ഇൻ നേഷൻ ബിൽഡിംഗ്. ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ടേം, അതിന് ഒരു ബ്രദർഹുഡ് അല്ലേ, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ മറ്റുള്ള സിറ്റിസൺസിൻ്റെ ഇടയിൽ നമുക്കൊരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നു. അതില്ലാന്നുണ്ടെങ്കിൽ അവിടെ ഈക്വാലിറ്റിയും ലിബർട്ടിയും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല എന്നും പറയുന്നുണ്ട്. ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റി ഓഫ് സിറ്റിസൺസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ നമ്മുടെ ഡെമോക്രസീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഫ്യൂച്ചർ സക്സസ്, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സക്സസ് ഓർ ഫെയിലിയർ നമുക്കറിയില്ല. അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ദ ഫ്യൂച്ചർ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ഇന്ത്യ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ സിറ്റിസൺസ് യൂസ് ദെയർ ഫ്രീഡം. എങ്ങനെയാണ് അവരവരുടെ ഫ്രീഡം യൂസ് ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും നമ്മുടെ ഇന്ത്യയുടെ സക്സസ്സും ഫെയിലിയറും ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി കൺക്ലൂഷനായിട്ട് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനായിട്ട് വരുന്നത്, നമുക്ക് ഡെമോക്രസിയുടെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്, സോഷ്യൽ ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ഹെഡിങ് തിരിച്ച് വളരെ സിമ്പിൾ പോയിൻറ്റ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സാമിന് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാനായിട്ടും റിവൈസ് ചെയ്യാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മളിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു 8 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 2 മാർക്കൊക്കെ ആയിട്ട്, അതായത് സിമ്പിളായിട്ട് എഴുതാവുന്ന ചോദ്യങ്ങളാണ്. പിന്നെ കുറച്ച് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ. അപ്പം ഈ പറയുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവർ പാരഗ്രാഫായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചിട്ട് കുറച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് എഴുതി കഴിഞ്ഞാൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സായി. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്, വൈ ഡസ് അംബേദ്കർ താങ്ക് ഇൻഡിവിജ്വൽസ് ലൈക്ക് BN റാവു, SN മുഖർജി ഇൻ ഹിസ് സ്പീച്ച്? കാരണം അവരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനീഷ്യൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതും ലീഗൽ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും ഈ 2 വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഫസ്റ്റ് തന്നെ താങ്ക്സ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അത്. Then what role did the Congress party play in the smooth functioning of the Constituent Assembly? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്മൂത്തായിട്ട് ഫങ്ഷനിങ് നടക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്തു? കോൺഗ്രസ് പാർട്ടി അതിന് വേണ്ടിയിട്ടുള്ള ഡിസിപ്ലിൻ, ആ ഒരു കോർപ്പറേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് തന്നെയാണ് അവർക്കൊരു സ്മൂത്ത് ഡിസ്കഷനും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്തത്. ദെൻ അടുത്തത്, വൈ ഡസ് അംബേദ്കർ വാല്യൂ ദ ഡിസെൻറ്റ് ഷോൺ ബൈ മെമ്പേഴ്സ് ലൈക്ക് KT ഷാ ആൻഡ് PS ദേശ്മുഖ്? അവരൊക്കെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കും ആക്ച്വലി താങ്ക്സ് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് വന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പലതരത്തിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സും വരുത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നു. ദെയർ ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് ക്ലിയർലി. ഓക്കെ, അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റ്സ് ആയിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പേര്, ഇങ്ങനെ ക്രിറ്റിസിസം പറഞ്ഞ ആളുകളുടെ പേരൊന്ന് നോട്ട് ചെയ്തോളൂ. KT ഷായും PS ദേശ്മുഖും ആയിരുന്നു. ഇനി അടുത്തത്, വാട്ട് ഡേഞ്ചർ ഡസ് അംബേദ്കർ അസോസിയേറ്റ് വിത്ത് ഹീറോ വർഷിപ്പ് ഇൻ പൊളിറ്റിക്സ്? ഞാൻ പറഞ്ഞിരുന്നു ഹീറോ വർഷിപ്പ് എന്താണെന്നുള്ളത്. സോ അംബേദ്കർ സേസ് ഹീറോ വർഷിപ്പ് നമ്മുടെ ഡെമോക്രസീനെ വീക്കൺ ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ ബ്ലൈൻഡായിട്ടും ഒരു ലീഡറിനെയും സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ദെൻ അപ്പോൾ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കാര്യമൊക്കെ അവിടെ പറയുക. ഒരാൾ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു മൊത്തം ഇതിനെ റൂൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് പറയാം. അടുത്തത്, വൈ ഡസ് അംബേദ്കർ റിജക്ട് സിവിൽ ഡിസൊബീഡിയൻസ് ആൻഡ് സത്യാഗ്രഹ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഇത്ര നാളും
ബിഫോർ ഇൻഡിപെൻഡൻസ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നു. സത്യാഗ്രഹം ആയിക്കോട്ടെ, ഡിസൊബീഡിയൻസ് ആയിക്കോട്ടെ, നോൺ കോപ്പറേഷൻ ആയിക്കോട്ടെ. ഇനി അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം അത് ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതിൽ ഇത്തരത്തിലൊരു എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്നു. ഇത് വെച്ചാണ് ഇനി നമ്മുടെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് അംബേദ്കർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് സോഷ്യൽ ഡെമോക്രസി? അത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റിയുടെ കാര്യങ്ങൾ നിങ്ങളവിടെ പറയാം. ദെൻ ഫ്രെറ്റേണിറ്റി വീണ്ടും അവർ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബ്രദർഹുഡിൻ്റെ കാര്യം. പിന്നെ വീണ്ടും പൊളിറ്റിക്കൽ ഈക്വാലിറ്റി, സോഷ്യൽ ഇനീക്വാലിറ്റീനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അതായത് എന്താ പറയുക, ക്രിറ്റിസിസം ചെയ്തവരുടെ കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ ഹീറോ വർഷിപ്പിൻ്റെ കാര്യം പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ട്രാൻസിഷൻ ഫ്രം പൊളിറ്റിക്കൽ ഡെമോക്രസി ടു സോഷ്യൽ ഡെമോക്രസി. അതായത് ഇത്ര നാളും ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി ആയിരുന്നു, അതിൽ നിന്ന് സോഷ്യൽ ഡെമോക്രസിയിലേക്ക് വന്നേക്കുവാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രം ഉണ്ടായാലും നമ്മുടെ സൊസൈറ്റി സക്സസ്ഫുൾ ആവില്ല. അതിന് നമ്മുടെ എന്താ പറയുക സോഷ്യൽ ഈക്വാലിറ്റി കൂടി വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലാണ് നമ്മുടെ ലിബർട്ടിയും ഈക്വാലിറ്റിയും ഫ്രെറ്റേണിറ്റിയും ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ വീണ്ടും നമ്മുടെ പൊളിറ്റിക്സും സൊസൈറ്റിയിൽ ഇനീക്വാലിറ്റീനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സിവിൽ ഡിസൊബീഡിയൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ എഗെയിൻ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ഡസ് അംബേദ്കർ കൗണ്ടർ ദി അക്യൂസേഷൻ ദാറ്റ് ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സ്ലാവിഷ് ഇമിറ്റേഷൻ ഓഫ് അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ്? അതായത് ഇപ്പം പലരും പറയുന്നൊരു കാര്യമാണ്, ഞാനും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരുപാട് ഫോറിൻ കൺട്രീസിൽ നിന്നും നമ്മൾ പല കാര്യങ്ങളും കോപ്പി ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഹി എക്സ്പ്ലെയിൻ ദാറ്റ് മെനി കൺട്രീസ് ബോറോ യൂസ്ഫുൾ ഐഡിയാസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. പല കൺട്രീസും പല സോഴ്സിൽ നിന്ന് അവർ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെലക്റ്റഡ് ആൻഡ് മോഡിഫൈഡ് ദീസ് ഐഡിയാസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഓൺ നീഡ്സ്. നമ്മൾ അവരിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യല്ല ചെയ്തേ, മറ്റുള്ള രാജ്യക്കാരുടെ നിന്ന് നമ്മൾ ഐഡിയാസ് എടുത്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലെക്ട്സ് ഇന്ത്യൻ കണ്ടീഷൻസ് ആൻഡ് ചാലഞ്ചസ്. ദെർഫോർ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ആൻഡ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വളരെ പ്രാക്ടിക്കൽ ആൻഡ് ഒറിജിനൽ ഡോക്യുമെൻ്റ് തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. കോപ്പി പേസ്റ്റ് അല്ല, നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ ഭരണഘടനയുടെ പ്രിപ്പറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? തുടക്കത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചില്ലേ, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറയാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ഏരിയയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഹെഡിങ് തിരിച്ച് പോയിന്റ് വൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഹൈലൈറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടക്കം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളെ പഠിപ്പിക്കുക. എക്സാം ടൈമിൽ നമ്മളിത് കുറച്ചും കൂടി ഷോർട്ടാക്കി റിവിഷൻ്റെ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മുടെ നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള റിവ്യൂസ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നോട്ട്സിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം, ഇൻഫോർമേഷൻസിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റയും വാട്സപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ ഇടുക. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.